അടിയന്തരം പിഴയാതെ അതൊക്കെ വണ്ണം വീണ്ടും ഇങ്ങനെ ഒന്ന് കണ്ടിരിക്കുന്ന പരമാർത്ഥത്തിങ്കൽ എന്റെ മംഗലപുരത്ത് ദേവൻ എന്നിരിക്കുന്നതായ കർണത്തിങ്കൽ പ്രതിയായിരിക്കുന്നതായ എന്റെ ഒരു ഇമ്പത്തെ ഒന്ന് ഊട്ടി ഉറപ്പിക്കാനുള്ളതായ കാലവും നേരവും ചുരുക്കിക്കണ്ട് ഞാനൊന്ന് താരി പിടിക്കട്ടെ. കൊതാടത്ത് പ്രവേശിനി മംഗലാപുരത്ത് ദേവനും മംഗളാദേയും ശാസ്താവും ഒത്തും ചേർന്ന വിശ്വാസത്തിനും ഇന്നേവരക്കം ലംഘനപ്പിഴ വരുത്താതെ ഇതൊക്കെ വണ്ണം കണ്ടുകൊണ്ടു ആയതെങ്കിലും ലംഘനപ്പിഴ വരുത്താതെ ഇതൊക്കെ വണ്ണം കണ്ടുകൊണ്ടേക്കടേ. എന്റെ മംഗലപുരത്തേവാ അന്മതയായിരിക്കുന്ന ചരിതാമൃതങ്ങള് അല്ലേ മംഗലപുരത്തേവാ എവിടെയെല്ലാമോ ഭഗവൻ പ്രത്യക്ഷീകരിക്കുന്നു, അവിടെയെല്ലാം ചൊല്ലിപ്പോരുന്നതായ കഥാമൃതം തന്നെയാണല്ലോ എന്റെ ചരിതമറിയാത്ത കുഞ്ഞുകിടാങ്ങളുണ്ടോ മംഗലപുരത്തേവാ? എങ്കിലും അറിഞ്ഞവർക്കൊന്ന് നാരായണന്റെ നാലാമത്തെ അവതാരം ഇങ്ങനെയുള്ളതായ നാരസിംഹചൈതന്യം എങ്ങനെയാണ് പൊട്ടിപ്പുറപ്പെട്ടതെന്ന് ഒന്ന് ശ്രമിക്കുവാൻ വേണ്ടിയിട്ടും ഒന്ന് ഓർമ്മ പുതുക്കുവാൻ വേണ്ടിയിട്ടും ഇവിടെയെല്ലാമോ ഞാൻ പ്രത്യക്ഷീകരിക്കുന്നത് അവിടെയെല്ലാം ചൊല്ലിക്കഴിച്ചു പോരുന്ന നന്മൊഴികള് അങ്ങനെ നല്ലതും നാലാമത്തതുമായിരിക്കുന്നതായ നാലാം അവതാരം തന്നെ ആവട്ടെ അല്ലേ മംഗലപുരത്തേവാ? മൃഗമുനിയുടെ ശാപത്തെ നിർത്തി പോരുവാൻ വേണ്ടിയിട്ട് 10 അവതാരത്തെ എടുത്തു ഞാൻ. അതിലും ശ്രേഷ്ഠം നല്ലതും നാലാമത്തതുമായിരിക്കുന്നതായ നാലാം അവതാരം ഹിരണ്യാക്ഷ എന്നിരിക്കുന്ന ധാരവന്മാര് ഒരുവനെ വധിച്ചിരിക്കുന്ന ക്രോധത്തിങ്കൽ ബ്രഹ്മാവിന്റെ പറ്റിങ്ങിൽ നിന്ന് വെച്ചിട്ട് വേണ്ടുന്ന വരവും വാങ്ങി ഏക ചക്രാധിപതിയായിട്ട് 30 കോടി ദേവളയും 3000 കോടി ഋഷികളെയും താപസന്മാരെ എന്ന് വേണ്ട സകലതിനെയും ശാസനം ചെയ്തു പോരുന്ന കാലത്ത് ശ്രീമൻ നാരായണൻ തന്നെ തുണ